ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രി അഡ്മിഷൻ പ്രോസസ്സ് പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും ഡിഗ്രി ക്ലാസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഓറിയൻറ്റേഷൻ ക്ലാസ്സസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ കംപ്ലീറ്റ് ആയിരുന്നില്ല. മാനേജ്മെൻറ്റ് സീറ്റ് അഡ്മിഷനും അതോടൊപ്പം തന്നെ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനും ഒക്കെ ഇപ്പോഴും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഓഗസ്റ്റ് 28-നാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. അതിനു മുന്നേ എല്ലാ സീറ്റും ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് എയ്ഡഡ് കോളേജൊക്കെ അങ്ങനെ തന്നെയാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പിന്നെയും ചിലപ്പോൾ വേക്കൻസി വന്നേക്കാം. അത് പലപ്പോഴും പലയിടത്തും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സീറ്റ് അടക്കം ട്രാൻസ്ഫർ വഴിയൊക്കെ പോകാനൊക്കെ പറ്റും. യൂണിവേഴ്സിറ്റി പല റൂൾസും ഇറക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്തായാലും ഒഫീഷ്യലി ഫസ്റ്റ് ഇയർ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 24-നാണ്. അതിനുശേഷം പിന്നെ അവരുടെ കോഴ്സ് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെയാണ്. എന്നാൽ MG യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യുന്നതായി അറിയിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ഇതവരുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 9-ഓടുകൂടി അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യുമെന്നാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അതേ ഡേറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 24-ആണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഓഗസ്റ്റ് 24-ആണ്. അതിന് മുന്നേ പ്രധാനപ്പെട്ട 3 അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വ്യത്യസ്ത കാറ്റഗറിയിലേക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്ത് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഓരോ കോളേജും അവരുടേതായ സ്പോട്ട് അഡ്മിഷനോ സപ്ലിമെൻ്ററിയോ അല്ലെങ്കിൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് മാക്സിമം ഫില്ല് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷമായിരിക്കും ഇത് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഓഗസ്റ്റ് 24-ആണ്. MG യൂണിവേഴ്സിറ്റി ഓഗസ്റ്റ് 9-ആണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അത്തരത്തിലുള്ള ഷെഡ്യൂൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഷെഡ്യൂൾ സൈറ്റിൽ ഒഫീഷ്യലി കാണുന്നില്ല. നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എപ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്യുന്നതെന്ന് അറിയുമെങ്കിൽ. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് SC/ST കാറ്റഗറിയിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ വെക്കുന്നതാണ്. അതുപോലെ മറ്റ് എല്ലാവർക്കും കോമണായി ജനറൽ സ്പോട്ട് അഡ്മിഷനും ഒക്കെ വെക്കും. അതിന് പർട്ടിക്കുലർ പ്ലേസ് വെച്ചുകൊണ്ട് അവർ വരാൻ വേണ്ടി പറയുന്നതായിരിക്കും. അങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാറുള്ളത്. എന്തായാലും കേരള യൂണിവേഴ്സിറ്റി വഴിയെ അറിയിക്കുമായിരിക്കും. അവരുടെ ഷെഡ്യൂൾ ഡീറ്റെയിൽ ആയൊരു ഷെഡ്യൂൾ ആദ്യമേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേസമയം MGയും കാലിക്കറ്റും കണ്ണൂരും ഡീറ്റെയിൽ ആയ ഷെഡ്യൂൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റും കണ്ണൂരും ഓഗസ്റ്റ് 24-നും MG യൂണിവേഴ്സിറ്റി ഓഗസ്റ്റ് 9-നും അഡ്മിഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്യും ഡിഗ്രിയുടെ എന്നാണ് അറിയിക്കുന്നത്. ഒരുപക്ഷെ MG യൂണിവേഴ്സിറ്റി നീട്ടിയേക്കാം, ഓഗസ്റ്റ് 24-ലേക്കൊക്കെ പോയേക്കാം. എന്തായാലും അതിനിടയ്ക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സ് കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. വിഷയം